അഭിമുഖം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അഭിമുഖം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ജൂൺ 14 ലോക രക്തദാന ദിനമാണെന്ന്. ജീവൻ രക്ഷിക്കുന്ന മഹത്തായ പ്രവർത്തനമായ രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു അതിഥിയുണ്ട്. രക്തദാനവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ചും സമൂഹത്തിൽ സ്വമേധയാ രക്തദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ലാബ് സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന താഹിർ അഹമ്മദ് സിജിയാണ്. ആരോഗ്യരംഗത്ത് വർഷങ്ങളായുള്ള പ്രവർത്തന പരിചയമുള്ള അദ്ദേഹം ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. നമുക്ക് അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സാർ, ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ലോക രക്തദാന ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ലോക രക്തദാന ദിനം അതായത് ജൂൺ 14 നമ്മൾ ആചരിക്കുകയാണ്. ലോക രക്തദിനത്തിന്റെ ആചരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് സുരക്ഷിതമായ രക്തത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക, സ്വമേധയാ പ്രതിഫലമില്ലാത്ത രക്തദാനം ചെയ്യുന്നവർക്ക് നന്ദിയും അംഗീകാരവും നൽകുക, കൂടുതൽ ആളുകളെ സ്ഥിരമായി രക്തദാനത്തിന് പ്രോത്സാഹിപ്പിക്കുക, എല്ലാ രോഗികൾക്കും ആവശ്യമായ സമയത്ത് സുരക്ഷിതവും രക്തം ലഭ്യമാക്കാൻ സഹായിക്കുക എന്നതാണ്. ചുരുക്കത്തിൽ സ്വമേധയാ രക്തദാനം പ്രോത്സാഹിപ്പിക്കുകയും സുരക്ഷിതമായി രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ലോക രക്തദാന ദിനത്തിൻ്റെ പ്രധാന ഉദ്ദേശം. അതുപോലെ തന്നെ രക്തദാനം സമൂഹത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? സമൂഹത്തിന് രക്തദാനം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. ഒരു അമ്മ ജീവൻ നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് പോലെ ഒരു ഡോണർ തൻ്റെ രക്തത്തിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നു. അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ, പ്രസവ സമയത്തെ അടിയന്തരാവസ്ഥകൾ, ക്യാൻസർ, ഡയാലിസിസ്, താലസീമിയ പോലുള്ള രോഗികൾ രക്തത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അത് നൽകുകയും ചെയ്യുന്നതാണ്. ഒരാൾ രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾ എങ്ങനെയാണ് രക്തദാനം ചെയ്യേണ്ടത്? ഒരു വ്യക്തി രക്തദാനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, രക്തദാനത്തിന് മുമ്പ് നല്ല ആരോഗ്യാവസ്ഥയിലായിരിക്കണം. പ്രായം സാധാരണയായി 18നും 65 വയസ്സിനും ഇടയിലും ഭാരം 45 കിലോഗ്രാമിന് കൂടുതലും ആയിരിക്കണം. മതിയായ ഉറക്കവും ഭക്ഷണം കഴിച്ചിരിക്കണം. ധാരാളം വെള്ളം കുടിക്കണം. മദ്യപാനം ചെയ്തിട്ടുണ്ടെങ്കിൽ രക്തദാനം ഒഴിവാക്കേണ്ടതാണ്. രക്തദാനം ചെയ്യാൻ അടിസ്ഥാന യോഗ്യതകൾ എന്തെങ്കിലും വേണോ? രക്തദാനം ചെയ്യുന്നതിന് സാധാരണയായി മുകളിൽ പറഞ്ഞതുപോലെ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലാണ്. ഭാരം കുറഞ്ഞത് 45 കിലോഗ്രാമിന് കൂടുതലായിരിക്കും. ആരോഗ്യനില പൊതുവെ ആരോഗ്യവാനായിരിക്കണം. പനി, അണുബാധ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടായിരിക്കരുത്. ഹീമോഗ്ലോബിനിന്റെ അളവ് സാധാരണയായി 12.5 ഗ്രാമിൽ കൂടുതൽ ഉണ്ടായിരിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദവും നാഡിമിടിപ്പും സാധാരണ പരിധിക്കുള്ളിലായിരിക്കണം. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും സാധാരണയായി രക്തദാനത്തിന് അർഹരല്ല. മുൻപ് രക്തദാനം ചെയ്തിട്ടുള്ള ആൾക്കാർ 3 മാസം പുരുഷന്മാരും 4 മാസവും സ്ത്രീകളും ഇടവേള വേണം. ചില രോഗാവസ്ഥയിലുള്ള ആൾക്കാർ, അതായത് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV പോലുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരാൾ രക്തം ദാനം ചെയ്താൽ അയാളുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഉണ്ടാവുമോ? സാധാരണയായി ആരോഗ്യവാനായ ഒരാൾ രക്തദാനം ചെയ്യുമ്പോൾ ആരോഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാറില്ല. മറിച്ച് ശരീരം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നഷ്ടപ്പെട്ട രക്തഘടകങ്ങൾ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ രക്തദാനത്തിന് ശേഷം ചിലർക്ക് താൽക്കാലികമായി തലകറക്കം അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടാം. സൂചി കുത്തിയ ഭാഗത്ത് ചെറിയ വേദനയോ നീല നിറമോ കാണുകയും ചെയ്യാം. അപൂർവമായി ചിലരിൽ ബോധക്ഷയം സംഭവിക്കാം. സാധാരണ ഇവ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാറുകയും ചെയ്യുന്നതാണ്. ഈ രക്തദാനത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പൊതുവായി കാണുന്ന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? സാധാരണ രക്തദാനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ എന്ന് പറയുന്നത്, രക്തദാനം ചെയ്താൽ ശരീരം ദുർബലമാകും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ട രക്തം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെയും രക്തകോശങ്ങൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെയും പുനർനിർമ്മിക്കപ്പെടുക തന്നെ ചെയ്യപ്പെടുന്നതാണ്. രണ്ടാമതായിട്ട്, യഥാർത്ഥത്തിൽ ആരോഗ്യവാനായ വ്യക്തിയിൽ
രക്തദാനം സ്ഥിരമായ രക്തക്കുറവിന് കാരണമാകാറില്ല. രക്തദാനം ചെയ്താൽ രോഗങ്ങൾ പടരുന്നു എന്നൊരു തെറ്റിദ്ധാരണയും ഉണ്ടാവാറുണ്ട്. സത്യത്തിൽ രക്തദാനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ സൂചികളും ഉപകരണങ്ങളും അണുവിമുക്തവും ഒരു തവണ മാത്രം ഉപയോഗിക്കുന്നവരും ആണ്. അത് കാരണം ഒരു തരത്തിലുള്ള രോഗങ്ങളും പിടിപെടാൻ സാധ്യതയില്ല. പ്രായമായവർക്ക് രക്തദാനം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സംശയവും നമ്മുടെ ഇടയിലുണ്ട്. യഥാർത്ഥത്തിൽ നിശ്ചിത പരിധിക്കുള്ളിൽ, അതായത് 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആരോഗ്യവാനാണെങ്കിൽ ആർക്കും രക്തദാനം ചെയ്യാം. സ്ത്രീകൾക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല എന്ന ഒരു സംശയവും നമ്മുടെ ഇടയിലുണ്ട്. ആരോഗ്യവതികളായ സ്ത്രീകൾക്ക് സുരക്ഷിതമായി രക്തദാനം ചെയ്യാം. ഒരിക്കൽ രക്തദാനം ചെയ്താൽ ഇടയ്ക്കിടയ്ക്ക് രക്തദാനം ചെയ്യേണ്ടി വരും എന്ന സംശയവും ഉണ്ട്. സത്യത്തിൽ രക്തദാനം പൂർണ്ണമായും സ്വമേധയാ ചെയ്യാവുന്നത് കാര്യമാണ്. ഒരു നിർബന്ധവും ഈ കാര്യത്തിൽ ഇല്ല. രക്തദാനം ശരീരഭാഗം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും എന്നുള്ളതും മറ്റൊരു സംശയമാണ്. രക്തദാനം ശരീരഭാരത്തിൽ കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാറില്ല. രക്തദാനം ചെയ്യുമ്പോൾ വേദനാജനകമാണെന്നുള്ള സംശയവും പലർക്കുമുണ്ട്. സൂചി കുത്തുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ഒരു അസ്വസ്ഥത മാത്രമേ സാധാരണയായി അനുഭവപ്പെടാറുള്ളൂ. ചിലർക്കുള്ള ഒരു സംശയം എന്ന് പറയുന്നത് അപൂർവ രക്തഗ്രൂപ്പുകാർ മാത്രം രക്തം ദാനം ചെയ്താൽ മതി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ എല്ലാ രക്തഗ്രൂപ്പുകളുടെയും രക്തത്തിന് ആവശ്യകതയുണ്ട്. ഒരു യൂണിറ്റ് രക്തം എത്ര പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും? ഒരു പ്രാവശ്യം ബ്ലഡ് എടുക്കുന്നത് ഒരു യൂണിറ്റ് രക്തം ഏകദേശം 350 മില്ലിഗ്രാം മുതൽ 450 മില്ലിഗ്രാം വരെയാണ് ശേഖരിക്കുന്നത്. ഇത് വിവിധ ഘടകങ്ങളായി വേർതിരിക്കാറുമുണ്ട്. ചുവന്ന രക്താണുക്കൾ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റുകൾ എന്നിങ്ങനെ 3 ഘടകങ്ങളായിട്ട് നമ്മൾ ഇതിനെ വേർതിരിക്കാറുണ്ട്. ഈ ഘടകങ്ങൾ വ്യത്യസ്തമായ രോഗികൾക്ക് നൽകാൻ കഴിയും. ഒരു യൂണിറ്റ് രക്തം 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കാം. ഉദാഹരണത്തിന്, അപകടത്തിൽ രക്തം നഷ്ടപ്പെട്ട ഒരാൾക്ക് ചുവന്ന രക്താണുക്കൾ, ക്യാൻസർ ചികിത്സയിലുള്ള രോഗികൾക്ക് പ്ലേറ്റ്ലെറ്റുകൾ, ഗുരുതരമായ പൊള്ളലോ കരൾ രോഗമോ ഉള്ള രോഗിക്ക് പ്ലാസ്മ എന്നിങ്ങനെ നൽകാൻ കഴിയും. അതുകൊണ്ട് ഒരു രക്തദാതാവിന് ഒരു യൂണിറ്റ് രക്തം 3 പേരുടെ ജീവൻ രക്ഷിക്കാനോ അവരുടെ ചികിത്സയ്ക്ക് സഹായകമാകാനോ കഴിയും. ഏറ്റവും കൂടുതൽ രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? രക്തം ആവശ്യമായി വരുന്ന സമയം എന്ന് പറയുന്നത് വലിയ അപകടങ്ങൾ, അതായത് റോഡ് ആക്സിഡൻറ്റ്, ഗുരുതരമായ പരിക്കുകൾ മൂലം ധാരാളം രക്തനഷ്ടം സംഭവിക്കുമ്പോൾ, വലിയ ശസ്ത്രക്രിയകൾ, ഹൃദയ ശസ്ത്രക്രിയ, അവയവമാറ്റ ശസ്ത്രക്രിയ തുടങ്ങിയവയിൽ, പ്രസവ സമയത്തോ പ്രസവാനന്തരമോ ഉണ്ടാകുന്ന അമിത രക്തസ്രാവം, അമ്മമാരുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി രക്തം ആവശ്യമായി വരാം. ക്യാൻസർ രോഗികളുടെ ചികിത്സ, പ്രത്യേകിച്ച് രക്താർബുദം, ലുക്കീമിയ പോലുള്ള രോഗങ്ങളിൽ, താലസീമിയ പോലുള്ള രോഗികൾക്ക് സ്ഥിരമായി രക്തം നൽകേണ്ടി വരും. ഗുരുതരമായ അനീമിയ, ഹീമോഗ്ലോബിനിൻ്റെ വളരെ കുറയുന്ന സാഹചര്യത്തിൽ, പൊള്ളലേറ്റ രോഗികൾ, ഗുരുതര പൊള്ളലുകളിൽ രക്തവും രക്തഘടകങ്ങളും ആവശ്യമായി വരാം. ഡെങ്കിപ്പനി പോലുള്ള രോഗങ്ങൾ, ചിലപ്പോൾ പ്ലേറ്റ്ലെറ്റുകൾ അല്ലെങ്കിൽ മറ്റ് രക്തഘടകങ്ങൾ ആവശ്യമായി വരാം. രക്തദാനത്തിന് മുമ്പും ശേഷവും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? രക്തദാനത്തിന് മുമ്പ് നല്ല ഉറക്കം ലഭിച്ചിരിക്കണം, കുറഞ്ഞത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ. രക്തദാനത്തിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം. ആവശ്യത്തിന് വെള്ളം കുടിക്കണം. രക്തദാനത്തിന് മുമ്പ് 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മദ്യപാനം ഒഴിവാക്കണം, കുറഞ്ഞത് 24 മണിക്കൂർ മുമ്പ് വരെയെങ്കിലും. ജ്വരം, അണുബാധ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കണം. നിങ്ങൾ കഴിക്കുന്ന മരുന്നുകളെക്കുറിച്ചും രക്തദാന കേന്ദ്രത്തിലെ ജീവനക്കാരെ അറിയിക്കണം. രക്തദാനത്തിന് ശേഷം 10 മുതൽ 15 മിനിറ്റ് വരെ വിശ്രമിക്കുക. കൂടുതൽ വെള്ളവും മറ്റു പാനീയങ്ങളും കുടിക്കുക. നൽകിയിരിക്കുന്ന ലഘുഭക്ഷണം കഴിക്കുക. 24 മണിക്കൂർ വരെ കഠിനമായ വ്യായാമം, കഠിനമായ ജോലികളും ഒഴിവാക്കുക. രക്തം നൽകിയ കൈ ഉപയോഗിച്ച് ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നത് കുറച്ച് മണിക്കൂറുകളിലേക്ക് ഒഴിവാക്കുക. തലകറക്കം തോന്നിയാൽ ഉടൻ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുക. കാലുകളും അല്പം ഉയർത്തി വെക്കുക. ഉടൻ ചികിത്സ തേടേണ്ട സാഹചര്യമാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഉടൻ ചികിത്സ തേടേണ്ട സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ബ്ലഡ് ഫ്ലോ നിൽക്കാത്ത സമയം, കടുത്ത തലകറക്കം അല്ലെങ്കിൽ ബോധക്ഷയം ഉണ്ടാവുക, സൂചി കുത്തിയ ഭാഗത്ത് കടുത്ത വേദനയോ വീക്കമോ ചുവപ്പോ കണ്ടാൽ നിങ്ങൾ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ കാണിക്കേണ്ടതാണ്. അപൂർവ രക്തഗ്രൂപ്പുകളുടെ പ്രാധാന്യം എന്താണ്? ചില ആളുകളിൽ മാത്രം കാണപ്പെടുന്ന അപൂർവ രക്തഗ്രൂപ്പുകൾ, ഉദാഹരണത്തിന് RH,
നെഗറ്റീവ്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് തുടങ്ങിയവ. പ്രാധാന്യം എന്ന് പറയുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കാൻ, അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ, പ്രസവ സമയത്തെ രക്തസ്രാവം തുടങ്ങിയ സാഹചര്യങ്ങൾ അനുയോജ്യമായ രക്തം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അപൂർവ രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് സാധാരണ രക്തം നൽകാൻ കഴിയില്ല. രക്തം പൊരുത്തപ്പെടേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് തെറ്റായ ഗ്രൂപ്പ് നൽകുന്നത് ഗുരുതരമായ പ്രതികരണങ്ങൾക്കും ജീവഹാനിക്കും കാരണമാകും. അതിനാൽ അപൂർവ രക്തഗ്രൂപ്പുകളുടെ ഡോണേഴ്സിനെ തിരിച്ചറിഞ്ഞ് രജിസ്റ്റർ ചെയ്യേണ്ടത് പ്രാധാന്യമാണ്. രക്തബാങ്കുകളിൽ പ്രത്യേക ശേഖരണം, അപൂർവ രക്തഗ്രൂപ്പുകൾ ലഭിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ പ്രത്യേകം ഡോണർ രജിസ്ട്രേഷൻ, ശീതീകരിച്ച രക്തകോശങ്ങളും ആവശ്യമാണ്. ഗവേഷണത്തിനും ചികിത്സയ്ക്കും സഹായകരം. അപൂർവ രക്തഗ്രൂപ്പുകളെക്കുറിച്ച് പഠനങ്ങളും രക്തശാസ്ത്രത്തിലും ട്രാൻസ്ഫ്യൂഷൻ മെഡിസിനിലും പുതിയ അറിവുകളും നൽകുന്നു. പൊതുജനങ്ങൾക്കുള്ള സന്ദേശം: അപൂർവ രക്തഗ്രൂപ്പുകൾ സ്ഥിരമായി രക്തദാനം ചെയ്യുകയും രജിസ്റ്ററുകളിൽ പേര് ചേർക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ വലിയ സഹായകരമാവും. യുവജനങ്ങൾക്ക് രക്തദാനത്തിൽ എങ്ങനെ കൂടുതൽ പങ്കാളികളാവാൻ കഴിയും? രക്തദാനം ചെയ്യുക എന്നുള്ളത് 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആരോഗ്യവാന്മാരായ യുവാക്കൾക്ക് നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് രക്തദാനം ചെയ്യാം. സ്കൂൾ, കോളേജ്, ക്ലബ്ബ്, NSS, യുവജന സംഘടനകൾ എന്നിവ സംഘടിപ്പിക്കുന്ന രക്ത ക്യാമ്പുകളിൽ പങ്കാളികളാവാം. രക്തദാനത്തിൻ്റെ പ്രാധാന്യം സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും അറിയിക്കാം. സോഷ്യൽ മീഡിയ വഴിയും പ്രചരണവും നടത്താം. ബ്ലഡ് ഡൊണേഴ്സിൻ്റെ ഗ്രൂപ്പ് രൂപീകരിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ ആവശ്യക്കാർക്ക് സഹായകമാകുന്ന ഡൊണേഴ്സിനെ ഒരു ഗ്രൂപ്പ് തന്നെ നമുക്ക് സൃഷ്ടിക്കാം. എക്സാമ്പിൾ, കവരത്തിയിൽ പുഷ്പ ഓർഗനൈസേഷൻ, ഓട്ടോ സ്റ്റാൻഡ്, കോക്കോ ലാക്ക് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ് കവരത്തി IGH-ൽ. നമ്മുടെ ഈ ലക്ഷദ്വീപിൽ രക്തദാനത്തിന്റെ നിലവിലുള്ള സ്ഥിതി എങ്ങനെയാണ്? നമ്മുടെ IGH കവരത്തിയിലും RGHS അഗത്തിയിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ക്ലബ്ബുകളുടെയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകാരുടെയും ബാക്കി ഓർഗനൈസേഷൻകാരുടെയും സഹായത്താൽ ആവശ്യമായ ബ്ലഡ് ഗ്രൂപ്പുകൾ അവരുടെ ആവശ്യാനുസരണം വിത്തിൻ അവേഴ്സിൽ തന്നെ ഡോണേഴ്സ് റെഡിയായി വരികയും അവർ തന്നെ നമുക്കതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരികയും ചെയ്യുന്നു. ലക്ഷദ്വീപിലെ 9 ദ്വീപുകളിലും ആവശ്യാനുസരണം മാൻ ടു മാൻ ആയിട്ടാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മിനിക്കോയിൽ താലസീമിയ പേഷ്യൻസിന് പ്ലേറ്റ്ലെറ്റുകൾ ആവശ്യാനുസരണം IMA ബ്ലഡ് ബാങ്ക് എറണാകുളം വഴിയാണ് നമുക്ക് ട്രാൻസ്ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്തബാങ്കുകളുടെ പ്രവർത്തനം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? രക്തബാങ്കുകളുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് രക്തശേഖരണം, സന്നദ്ധ ഡോണേഴ്സുകളിൽ നിന്നും സുരക്ഷിതമായ രക്തം ശേഖരിക്കുന്നതാണ്. പരിശോധന എന്ന് പറയുന്നത് ശേഖരിച്ച രക്തത്തിൽ HIV, ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു. രക്തഘടന വേർതിരിക്കൽ: ഒരു യൂണിറ്റ് രക്തത്തെ ചുവന്ന രക്താണുക്കൾ, പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളായി വേർതിരിക്കുകയും അതിലൂടെ ഒരു ദാനത്തിലൂടെ തന്നെ 3-ലധികം രോഗികൾക്ക് സഹായം ലഭിക്കുകയും ചെയ്യുന്നു. സംഭരണം: ഓരോ ഘടകവും നിശ്ചിത താപനിലയത്തിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. വിതരണം: ആശുപത്രികളുടെയോ രോഗികളുടെയോ ആവശ്യാനുസരണം അനുയോജ്യമായ രക്തം നൽകുന്നു. ഗുണനിലവാരം: രക്തത്തിൻ്റെ സുരക്ഷയും നിലവാരവും ഉറപ്പിക്കുന്നതിനായി കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നു. പൊതുജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ: രക്തദാനം സുരക്ഷിതമാണ്, ആരോഗ്യത്തിന് ദോഷകരമല്ല. 18 മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള ആരോഗ്യവാന്മാർക്ക് സാധാരണയായി രക്തദാനം ചെയ്യാം. ഒരാളുടെ രക്തദാനം കൊണ്ട് 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സഹായിച്ചേക്കാം. അടിയന്തര സാഹചര്യങ്ങൾ മാത്രമല്ല, രക്തബാങ്കുകളിൽ രക്തത്തിന് ആവശ്യം വരുമ്പോൾ സ്ഥിരമായി രക്തദാനം ചെയ്യേണ്ടത് പ്രാധാന്യമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. സന്നദ്ധ രക്തദാനമാണ് ഏക ഉറവിടം. സന്ദേശം: ബ്ലഡ് ബാങ്കുകളിൽ രക്തം ശേഖരിക്കുന്ന കേന്ദ്രങ്ങൾ മാത്രമല്ല, സുരക്ഷിത രക്തം രോഗികൾക്ക് ലഭ്യമാക്കുന്ന ജീവൻ രക്ഷാ സംവിധാനങ്ങളാണ്. സ്ഥിരമായ സന്നദ്ധ രക്തദാനം സമൂഹത്തിൻ്റെ ആരോഗ്യ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവരുടെ പങ്ക് എത്രത്തോളം വിലപ്പെട്ടതാണ്? സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവരുടെ പങ്ക് സമൂഹത്തിൽ വളരെ വിലപ്പെട്ടതാണ്. അവർ അടിയന്തര സാഹചര്യങ്ങളിൽ ജീവൻ രക്ഷിക്കുന്നു. അപകടങ്ങൾ, ശസ്ത്രക്രിയകൾ, പ്രസവ സംബന്ധമായ രക്തസ്രാവം തുടങ്ങിയ സാഹചര്യങ്ങളിൽ രക്തം അനിവാര്യമാണ്. താലസീമിയ, ഹീമോഫീലിയ, ക്യാൻസർ, ഡയാലിസിസ് തുടങ്ങിയ രോഗികളെ സഹായിക്കുന്നു. ഇവർ പലപ്പോഴും സ്ഥിരമായി
രക്തമോ രക്തഘടകങ്ങളോ ആവശ്യമായി വരാറുണ്ട്. രക്തബാങ്കുകളിൽ മതിയായ ശേഖരണം നിലനിർത്താൻ ഇവർ സഹായിക്കുന്നു. സ്വമേധയാ സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവരാണ് സുരക്ഷിതമായ രക്തലഭ്യതയ്ക്ക് അടിസ്ഥാന ഘടകം. സമൂഹത്തിൽ സേവന മനോഭാവം വളർത്തുക എന്നുള്ളതും മറ്റുള്ളവർക്കായി സമയം കണ്ടെത്തി രക്തം നൽകുന്നത് സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ മികച്ച ഉദാഹരണമാണ്. ആരോഗ്യ ബോധവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിരം രക്തദാതാക്കൾ മറ്റുള്ളവരുടെ രക്തദാനത്തിനായി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാൾ രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആദ്യം എവിടെയാണ് ബന്ധപ്പെടേണ്ടത്? ഒരാൾ രക്തദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അടുത്തുള്ള ബ്ലഡ് ബാങ്കുമായോ ആശുപത്രിയുമായോ ബന്ധപ്പെടണം. അവിടെയുള്ള രക്തത്തിനുള്ള യോഗ്യതാ പരിശോധനകളും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകുകയും ചെയ്യുന്നു. അടുത്തുള്ള സ്വകാര്യ സർക്കാർ ബ്ലഡ് ബാങ്കുകളിൽ, ജില്ലാ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ, പ്രദേശത്ത് നടക്കുന്ന രക്തദാന ക്യാമ്പുകളിലും സംഘാടകരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഈ ലോക രക്തദാന ദിനത്തിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാനുള്ള താങ്കളുടെ സന്ദേശം എന്താണ്? രക്തദാനം മഹാദാനമാണ്. നമ്മുടെ ഏതാനും മിനിറ്റുകൾ മറ്റൊരാളുടെ ജീവന് പുതിയ പ്രതീക്ഷയും ജീവനും നൽകാൻ കഴിയും. സുരക്ഷിതവും സ്വമേധയാ രക്തദാനത്തിലൂടെ നമുക്ക് അനേകം ജീവനുകൾ രക്ഷിക്കാം. ആരോഗ്യമുള്ള എല്ലാവരും സ്ഥിരമായി രക്തദാനം ചെയ്ത് സമൂഹത്തിൻ്റെ ഈ മഹത്തായ സേവനത്തിൽ പങ്കാളികളാകുക. രക്തദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ. ഒരുപാട് നന്ദിയുണ്ട് സാർ. ഈ വിലപ്പെട്ട വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിൽ ഒരിക്കൽ കൂടി ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ നന്ദി. പ്രിയ ശ്രോതാക്കളെ, 1 യൂണിറ്റ് രക്തം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കും. അതിനാൽ ആരോഗ്യവാന്മാരായ എല്ലാവരും സന്നദ്ധ രക്തദാതാക്കളാകാൻ മുന്നോട്ട് വരാം. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കവരത്തി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ലാബ് സൂപ്പർവൈസറായി സേവനമനുഷ്ഠിച്ചു വരുന്ന താഹിർ അഹമ്മദ് സിജിയുമായി സബീന ബി നടത്തിയ അഭിമുഖം. ഏവർക്കും നന്ദി, നമസ്കാരം.